ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മാർച്ച് 17, വിശുദ്ധ പാട്രിക്. അയർലൻഡ് എന്നൊരു രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ക്രിസ്തുവിൻ്റെ അനുയായികളായി മാറ്റിയ വിശുദ്ധനാണ് പാട്രിക്. ഒട്ടേറെ അത്ഭുത പ്രവർത്തികൾ ചെയ്തിട്ടുള്ള വിശുദ്ധ പാട്രിക് 39 പേരെ മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. സ്കോട്ട്ലൻഡിലെ ഒരു റോമൻ കുടുംബത്തിൽ ജനിച്ച പാട്രിക്കിന്റെ ജീവിതം സംഭവബഹുലമായിരുന്നു. 16-ാം വയസ്സിൽ കടക്കൊള്ളക്കാർ പാട്രിക്കിനെ തട്ടിക്കൊണ്ടുപോയി അയർലൻഡിൽ അടിമയാക്കി. അവിടെ ആട്ടിടയനായി പട്ടിണിയിൽ 6 മാസം കഴിച്ചുകൂട്ടി. ഇക്കാലത്താണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ശക്തിപ്പെട്ടത്. മുടങ്ങാതെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പാട്രിക് തന്റെ വേദനകൾ മറന്നത്. പാട്രിക്കിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. തന്റെ നാട്ടിൽ നിന്നുള്ള കപ്പൽ ജോലിക്കാരുടെ സഹായത്താൽ പാട്രിക് അയർലൻഡിലെ അടിമ ജോലിയിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിൽ മടങ്ങിയെത്തി. പിന്നീട് വർഷങ്ങൾക്കു ശേഷം മെത്രാനായി മാറിയ പാട്രിക് പോപ്പ് സെലസ്റ്റിന്റെ കൽപ്പന പ്രകാരം അയർലൻഡിലേക്ക് തന്നെ പോയി. അവിടെ 33 വർഷം അദ്ദേഹം മിഷൻ വേല ചെയ്തു. അയർലൻഡിന്റെ മുക്കും മൂലയിലും സഞ്ചരിച്ച് അനേകരെ മാനസാന്തരപ്പെടുത്തി. ഒട്ടേറെ അത്ഭുതങ്ങൾ ചെയ്തു. 100 കണക്കിന് പുരോഹിതരെ വാഴിച്ചു. കന്യാസ്ത്രീ മഠങ്ങൾ സ്ഥാപിച്ചു. അയർലൻഡിൽ അക്കാലത്ത് അടിമവേലയും മന്ത്രവാദവും വ്യാപകമായിരുന്നു. പുരാതന മതങ്ങളിൽ വിശ്വസിച്ചവരായിരുന്നു മുഴുവൻ ജനങ്ങളും. തന്റെ അത്ഭുത പ്രവർത്തനങ്ങളിലൂടെയാണ് പാട്രിക് ഈ ജനത്തെ മുഴുവൻ ക്രിസ്തുവിന്റെ അനുയായികളായി മാറ്റിയത്. ഒരിക്കൽ ഒരു ഗോത്രത്തിന്റെ തലവൻ പാട്രിക്കിനെ വെല്ലുവിളിച്ചു. നിന്റെ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുമെന്നും ഞാനും എന്റെ ജനങ്ങളും വിശ്വസിക്കണമെങ്കിൽ നീ അത് നേരിൽ കാണിക്കണം എന്ന് പറഞ്ഞു. ആരെയാണ് ഉയർപ്പിക്കേണ്ടത്? പാട്രിക് ചോദിച്ചു. ആ ഗോത്രത്തലവൻ 4 വർഷം മുൻപ് മരിച്ച തന്റെ അമ്മയുടെ പേര് പറഞ്ഞു. അവർ കുഴിമാടത്തിലെത്തി. മൂടി തുറന്ന ശേഷം പാട്രിക് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, എഴുന്നേൽക്കുക. 4 വർഷം മുൻപ് മരിച്ച സ്ത്രീ ജീവനിലേക്ക് തിരികെ വന്നു. അതോടെ ആ സമൂഹം മുഴുവൻ യേശുവിലും പാട്രിക്കിലും വിശ്വസിച്ചു. അയർലൻഡിലെ മന്ത്രവാദം പൂർണ്ണമായി ഇല്ലാതാക്കിയതും പാട്രിക് ആയിരുന്നു. ഒരിക്കൽ കുറെ മന്ത്രവാദികൾ കൂടി പാട്രിക്കിനെ അപമാനിക്കാനായി തീരുമാനിച്ചു. അവരിൽ ഒരാൾ മരിച്ചവനെ പോലെ കിടന്നു. ബാക്കിയുള്ളവർ പാട്രിക്കിന്റെ സമീപത്തെത്തി മരിച്ചുപോയ തങ്ങളുടെ സുഹൃത്തിനെ എഴുന്നേൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. പാട്രിക് അവിടെ എത്തി മരിച്ചവനെ പോലെ കിടക്കുന്ന മന്ത്രവാദിയെ നോക്കി പറഞ്ഞു, ശരിയാണ്, ഇവൻ മരിച്ചുപോയി. പാട്രിക് തിരിച്ചുപോയി. മന്ത്രവാദികൾ തങ്ങളുടെ കൂട്ടുകാരനെ ഉണർത്താൻ ശ്രമിച്ചെങ്കിലും അവൻ എഴുന്നേറ്റില്ല. അയാൾ യഥാർത്ഥത്തിൽ മരിച്ചുപോയിരുന്നു. ഭയചകിതരായി അവർ പാട്രിക്കിന്റെ അടുത്തെത്തി മാപ്പ് പറഞ്ഞു. 5 ദിവസം കഴിഞ്ഞ് ആ മൃതദേഹത്തിനരികിലെത്തി പാട്രിക് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മറ്റൊരിക്കൽ പാട്രിക് യേശുവിന്റെ നാമത്തിൽ അയർലൻഡിലെ മുഴുവൻ പാമ്പുകളെയും നശിപ്പിച്ചു. അയർലൻഡ് വിഷപ്പാമ്പുകളുടെ നാടായിരുന്നു അതുവരെ. എന്നാൽ പിന്നീട് ഇതുവരെ അയർലൻഡിൽ പാമ്പുകൾ ഉണ്ടായിട്ടേയില്ല. ഇന്നീ ദിവസം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസമില്ലാത്ത നമ്മുടെ കൂട്ടുകാരെയും നമുക്ക് ചുറ്റുമുള്ളവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.